റവന്യൂ മന്ത്രി കെ രാജൻ അന്തിക്കാട് KGM LP സ്കൂളിൽ വോട്ട് ചെയ്തു. ആദ്യ വോട്ട് മുതൽ ഇന്നുവരെ ഒരേ ബൂത്തിലും ഒരേ വാർഡിലും തന്നെയാണ് ഇതുവരെ വോട്ട് ചെയ്തതെന്നും MLA ആയി സ്ഥലം മാറിപ്പോയിട്ടും വോട്ട് മാറ്റിയില്ലെന്നും മന്ത്രി പറഞ്ഞു. MLA ആയി മാറിപ്പോയിട്ടും വോട്ട് മാറിയിട്ടില്ല, വോട്ട് ഇവിടെ തന്നെയാണ്. ഞാൻ പഠിച്ച സ്കൂളാണിത്, അതിൻ്റെ സന്തോഷവും പ്രത്യേകിച്ചുണ്ട്. തെരഞ്ഞെടുപ്പ് ഇപ്പോൾ രണ്ടാം ഘട്ടം കൂടി ഇന്ന് ആരംഭിച്ചു കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു പൊതു തരംഗം കേരളത്തിൽ രൂപപ്പെട്ടു എന്ന് തന്നെ കാണേണ്ടതുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഒരു തരംഗം രൂപപ്പെട്ടു എന്നുള്ളത് കേവലം ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു അവകാശവാദമല്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ധാരാളമായി വീടുകൾ കയറുകയും കുടുംബയോഗങ്ങളിൽ വ്യാപകമായി പങ്കെടുക്കുകയും ചെയ്ത ഒരാളാണ്. ജനങ്ങളുമായിട്ട് കുടുംബയോഗങ്ങളിൽ ധാരാളമുള്ള സംവാദങ്ങൾ നടക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ ജനങ്ങളെല്ലാവരും ഒരേ മനസ്സായി നിൽക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര പുരോഗമന ജനാധിപത്യ ബദൽ കേരള ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കുന്ന ഒന്നാണ് എന്ന് അവരെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 10 വർഷമായി കേരളത്തിൽ അവതരിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ഒരു ജനാധിപത്യ മതേതര ബദൽ കേരളം ഹൃദയപൂർവ്വം ഏറ്റെടുത്തിട്ടുണ്ട്. LDFന് അനുകൂലമായ തരംഗമുണ്ടെന്നും വികസന പ്രവർത്തനങ്ങൾ കൂടാതെ സർക്കാരിൻ്റെ മതേതര ജനാധിപത്യ ബദൽ ജനങ്ങൾ ഏറ്റെടുത്തെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ നടത്തിയിട്ടുള്ള മനുഷ്യത്വ മുഖമുള്ള വികസനം ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം രാഷ്ട്രീയം പറയാൻ പറ്റാതെ വല്ലാതെ ഒഴിലുകയാണ്. തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന പ്രസ്താവനകളും സംഭവങ്ങളും നിരത്തി. എന്തിനേറെ പറയുന്നു, കേരളത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ 92,000 കോടി രൂപ സംഭാവന ചെയ്തതിൽ ദേശീയപാത ഏറ്റെടുക്കാൻ പോലും പണം ചെലവഴിച്ചിട്ടുള്ള കിഫ്ബിക്കെതിരെ നോട്ടീസ് അയച്ചുകൊണ്ട് സാധാരണ തെരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന തറവേല വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുകയാണ്. ഞങ്ങളിതിനെ ഒന്നും ഭയപ്പെടുന്നില്ല. 9.5 വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ്റിന് ഇഷ്ടം പോലെ നിയന്ത്രിക്കാവുന്ന ഏജൻസികൾ കേരളത്തിൽ മുഴുവൻ ആറാട്ട് നടത്തിയിട്ടും മുഖ്യമന്ത്രിയെ, മന്ത്രിമാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവിനെ പോലും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ പിടിക്കാനായില്ല എന്നുള്ളത് ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ്. ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് ഉറപ്പിച്ചു പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടും. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് നടത്തിയ വികസനം ജനങ്ങൾ കാണുന്നുണ്ട്. വരാൻ പോകുന്ന 3ാം LDF സർക്കാരിൻ്റെ വരവിന് അടിത്തറ നൽകുന്ന വിജയമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF നേടുക എന്നും മന്ത്രി പറഞ്ഞു. അമ്മയോടും സഹോദരനുമൊപ്പം എത്തിയാണ് വോട്ട് ചെയ്തത്. ഈ നടിയെ ആക്രമിച്ച കേസിൽ ഈ അടൂർ പ്രകാശിൻ്റെ പ്രസ്താവന വലിയ വിവാദമായിരുന്നു. അപ്പം ദിലീപിനെ ആശ്വാസം എന്നാണ് പറഞ്ഞത്. അല്ല, UDF ആദ്യം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വിധിയുടെ കാര്യത്തിലാണെങ്കിലും അവരുടെ നയം തന്നെയാണ് പ്രഖ്യാപിക്കുന്നത്. UDFൻ്റെ കൺവീനർ പ്രഖ്യാപിച്ചത് നയമല്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ നയമല്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ UDFൻ്റെ കൺവീനറെ ആ പോസ്റ്റിൽ ഇരുത്താൻ പറ്റുമോ? സാധാരണ നിലയിൽ ഒരു പാർട്ടിയും ഒരു മുന്നണിയും എടുക്കുന്ന നയം പറയാനല്ലേ അതിൻ്റെ ഭാരവാഹികൾ. അങ്ങനെ അല്ലാത്തൊരു നയം പറഞ്ഞാൽ അയാളോട് ഒരു നടപടിയെടുക്കാൻ കോൺഗ്രസും UDFും ബാധ്യസ്ഥല്ലേ? അതിൻ്റെ അർത്ഥം ഇതൊക്കെ ചില ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ, UDFൻ്റെ തന്നെ നാക്കായി മാറാൻ ചില ആളുകളെ ബോധപൂർവം UDF നിയമിച്ചതാണ്. ആ വർത്തമാനമാണ് യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ നാവിൽ നിന്ന് കേട്ടത്. ഞാൻ ആവർത്തിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞു നിങ്ങളോട്. എൻ്റെ തെരഞ്ഞെടുപ്പ് ഞാൻ ഒല്ലൂർ MLA ആയി പോയിട്ടും കൂട് പറിച്ച് ഇവിടെ നിന്ന് പോയില്ല. ഇവിടെ തന്നെയാണ് വോട്ടെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. അത് കൂടി വളരെ അഭിമാനപൂർവ്വം ഞങ്ങൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ല, കൊട്ടും കുറവിയൊന്നുമില്ല. ഇത് മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. അവരവർ താമസിക്കുന്ന സ്ഥലത്തും അവരുടെ അസ്തിത്വം എവിടെയാണെന്ന് പ്രഖ്യാപിക്കലുമൊക്കെ ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. ജനാധിപത്യത്തിൽ കോടതിയിൽ കയറുന്ന കാര്യമൊന്നുമില്ല, അത് ക്രിമിനൽ കേസല്ലേ. ഇപ്പോൾ നേരത്തെ ഒരു വിഷയത്തിൽ പറയുന്നത് കേട്ടു, അവിടെയും ഇവിടെയും അത് ഇരട്ടോട്ടാണ്, അതാണെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും.
ഇത് ജനങ്ങളുടെ ഒരു മനസാക്ഷി കോടതിയുണ്ട്, ജനാധിപത്യത്തിൻ്റെ കോടതിയുണ്ട്. അതിനോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദ. ഈ തൃശ്ശൂർ MP തൃശ്ശൂരിൽ വോട്ടില്ലാത്തത്, അത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ലാത്തതിനെ വിമർശിച്ചിട്ട് ഇന്നലെ സുനിൽകുമാർ അല്ല, ഞാൻ പറഞ്ഞത് തൃശ്ശൂരിൽ MP തൃശ്ശൂർ വോട്ടില്ല എന്നുള്ളതല്ല. അതിപ്പോൾ ഞാൻ ഒല്ലൂർ MLA ആണ്, ഒല്ലൂരിലല്ല വോട്ട്. നമുക്ക് നമ്മുടെ സ്ഥലത്താണ് വോട്ട് ചെയ്യേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മത്സരിക്കുന്ന സ്ഥലത്ത് തന്നെ വോട്ട് ചേർക്കുക, പിന്നീട് അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് ചേർക്കുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം എവിടെ വോട്ട് ചെയ്യുന്നുള്ള കാര്യം അദ്ദേഹം തന്നെ തീരുമാനിച്ച് നേരത്തെ പ്രഖ്യാപിച്ചാൽ കുറേ കൂടി നന്നായിരിക്കും.